അങ്ങനെ രാവിലെ തന്നെ തലയിലരിയിൽ ചടങ്ങ് തുടങ്ങി. തലയിൽ അരി പണിക്കാൻ മണങ്ങിയിട്ട് ഇവനാനാവുന്നില്ല പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ ബാക്കിലേ ഓടി പേടിപ്പിച്ചോണ്ടാന്ന് തോന്നുന്നു. ഇന്ന് മൈൻഡ് ആക്കുന്നില്ല തന്നെ. കുറച്ചു നേരം ചെക്കനെ തോണ്ടിയതിന് ശേഷം കല്യാണ ചെക്കന്റെ കാർ ഇൻസ്പെക്ട് ആക്കി. അത് കഴിഞ്ഞ് അളിയന്റെ ചേച്ചിനി കൂടെ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി. ഓഡിറ്റോറിയത്തിലെത്തിയിട്ട് വണ്ടി വർക്കാക്കുമ്പോ ചെക്കന്റെ കാറിങ് എത്തി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെക്കനെയും കൂട്ടിയിട്ട് നേരെ മണ്ഡപത്തിലേക്ക് പോകാൻ. ഞാൻ പറയാം മുണ്ട് നേരെയാക്കാൻ വേണ്ടി ഗ്രീൻ റൂം പോയതാണ് കേട്ടോ ചെക്കൻ. അത് കഴിഞ്ഞ് നേരെ മണ്ഡപത്തിലെത്തിയിട്ടാ. ചെക്കനാരെ തല്ലാൻ വേണ്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇവൻ എന്നെ ആദ്യം വന്ന് പേടിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ കുഞ്ഞ് നോക്കുന്നത്. അത് കഴിഞ്ഞാണ് മുഹൂർത്തായി. അത് കഴിഞ്ഞ് ഫോട്ടോ സെഷനിൽ നമ്മളെല്ലാം കൂടി ഇട്ടുട്ടാ. ഇനി നേരെ സദ്യ കഴിക്കും. ചോറും കറിയും കൊണ്ട് തരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അധികം വൈകാണ്ട് സദ്യ മൊത്തം കംപ്ലീറ്റ് ആക്കിയിട്ട് അവര് 4 ആൾക്ക് തിന്നേണ്ട അത്രയില്ല ഒരു പപ്പടം കിട്ടിയിട്ടാ. ഫുഡ് കഴിച്ച് വന്ന് ഫാമിലി ഫോട്ടോഗ്രാഫറെ കൊണ്ട് കുറെ ഫോട്ടോ എടുപ്പിച്ചു. എല്ലാവർക്കും എന്നെ മതി. അത് കഴിഞ്ഞ് അമ്മേന്റെ ഒപ്പം 2 വിളിക്കും കൂടി ചെയ്തിട്ട് നമ്മ നേരെ വീട്ടിലേക്ക് പോലായിട്ടാ. പോന്നവയ്ക്ക് നല്ല ചൂടായോണ്ട് എല്ലാവർക്കും ഓരോ വെള്ളം കുടിക്കാനല്ലേ പോയി. എല്ലാവരും ഓരോ ലൈം കുടിച്ച് നേരെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് വീട്ടിലത്തെ വേസ്റ്റ് മൊത്തം സ്വന്തം പറക്കി വെച്ചിട്ട് ചെക്കൻ പോയിനി.